കഴിഞ്ഞ പിണറായി സർക്കാരിലെ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ എന്ന് പറയുന്നത് അഴിമതി നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു സംശയമാണിപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഓരോ മന്ത്രിമാരും അഴിമതി നടത്താൻ പാകത്തിൽ ഓരോ പദ്ധതികൾ ഉണ്ടാക്കുക എന്നായിരുന്നു പിണറായി വിജയൻ്റെ ആഹ്വാനം എന്ന് തോന്നിപ്പോകും. അതിൽ CPM നേതൃത്വം തന്നെ മുൻകൈയെടുത്ത് തീരുമാനിച്ചതാണ് കെ റെയിൽ പദ്ധതി എന്നാണ് മനസ്സിലാകുന്നത്. അതാകുമ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയായിരുന്നു. അത് വന്നിരുന്നുവെങ്കിൽ ഏകദേശം ചുരുക്കം ചിലരൊഴിച്ചാൽ ഒട്ടുമിക്ക CPM നേതാക്കൾക്കും ജീവിക്കാനുള്ള വക അതിൽ തന്നെ കണ്ടെത്താമായിരുന്നു. പക്ഷേ അത് വെറും ഒരു പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും സമാധാനത്തിന് വേണ്ടി ആ മഞ്ഞക്കുറ്റിയിൽ നിന്നെല്ലാം എന്തെങ്കിലും കണ്ടെത്തിക്കാണും എന്ന് നമുക്ക് വിചാരിക്കാം. അത് കഴിഞ്ഞ് പിന്നീടുണ്ടായിരുന്നത് ഊരാളുങ്കലുമായുള്ള രഹസ്യധാരണയാണ്. ടെൻഡർ പോലുമില്ലാതെ കരാറുകൾ നൽകാൻ പാകത്തിലുള്ള ഒരു ഏജൻസി. അതിൻ്റെ കൂടുതൽ കഥ ഇവിടെയൊന്നും പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം. വയനാട്ടിലെ ഏറ്റവും പുതിയ ഒരു കരാർ ഒന്നു മാത്രം നോക്കിയാൽ മതി. ഒരു വീട് നിർമ്മിക്കാൻ 27 ലക്ഷം രൂപ ചെലവുണ്ട് എന്ന് സർക്കാർ തന്നെ പറഞ്ഞൊരു കാര്യത്തിൽ 410 വീട് നിർമ്മിക്കാൻ എല്ലാ ചെലവും കഴിച്ച് 125 കോടി രൂപ മാത്രം മതി എന്നിരിക്കെയാണ് പിണറായി വിജയൻ ഊരാളുങ്കൽ കമ്പനിക്ക് 299 കോടി രൂപയ്ക്ക് ഒരു ടെൻഡർ പോലുമില്ലാതെ വയനാട്ടിലെ കരാർ നൽകിയത്. അതിൽ തന്നെ ലാഭം 150 കോടിയിലേറെ രൂപ എന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെ ഓരോന്നും ശബരിമലയിൽ സ്വർണം പൂശാൻ ഒരു ടീമിനെ ഏൽപ്പിച്ചു, അതിൽ നിന്നും പണം തട്ടിയെടുക്കുന്നു. അതുപോലെ മരം മുറിച്ച് കടത്താൻ 1-2 മാസത്തേക്ക് ഒരു നിയമം കൊണ്ടുവരുന്നു. അത് കാട്ടുകള്ളന്മാരായ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് കോടാനുകോടി രൂപയുടെ മരം മുറിച്ചു കടത്തുന്നു. അങ്ങനെ 1-2മല്ല, എല്ലാ വകുപ്പുകളിലും അഴിമതി നടത്താൻ വേണ്ടി തന്നെയുണ്ടാക്കിയ ഒരു സർക്കാർ വളരെ പ്ലാനോടുകൂടിയാണ് അഴിമതി ഭരണം നടത്തിയത്. അതിനിടയിൽ സ്വർണ്ണക്കടത്ത് വേറെയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞത് ഇങ്ങനെ ഓരോ മന്ത്രിമാർക്കും കക്കാനും മുക്കാനുമുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കിയപ്പോൾ കായിക മന്ത്രിയായിരുന്ന അബ്ദുൾ റഹിമാൻ തട്ടിപ്പ് നടത്താനുള്ള പദ്ധതി ആലോചിച്ചിട്ട് ആദ്യമൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് പിണറായിക്ക് കേരയിൽ എന്ന പോലെ, ശശീന്ദ്രന് മുട്ടിൽ മരമുറി എന്ന പോലെ അബ്ദുൾ റഹിമാൻ തെരഞ്ഞെടുത്ത തട്ടിപ്പ് വഴിയായിരുന്നു മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരിക, അർജന്റീനയെ ഇന്ത്യയിൽ കളിപ്പിക്കുക എന്നുള്ളത്. അത് പ്രകാരം നമ്മളൊരു പദ്ധതി തുടങ്ങുമ്പോൾ നല്ലൊരു കൺസൾട്ടൻ്റ് ഏജൻസിയെ വെക്കും എന്നതുപോലെ തട്ടിപ്പ് നടത്താൻ തുടങ്ങുമ്പോൾ പേര് കേട്ടൊരു തട്ടിപ്പുകാരനെ തന്നെ ഏജൻസിയായി അല്ലെങ്കിൽ സ്പോൺസറായി വെക്കണം. അങ്ങനെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ റിപ്പോർട്ടർ മുതലാളിയെ തന്നെ മെസ്സിയെ കൊണ്ടുവരാനുള്ള സ്പോൺസറായി വെച്ചത്. രാത്രി ചാനലിൽ കോട്ടും സൂട്ടും ഇട്ട് വന്ന് സംസാരിക്കുന്നൊരു മാന്യൻ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനെന്ന് മനസ്സിലായതോടെ അബ്ദുൾ റഹിമാൻ എന്ന മുൻ കായിക മന്ത്രിയുടെ കാര്യവും ഏകദേശം ഉറപ്പായിരിക്കുന്നു. അതിനുള്ള വഴി കോൺഗ്രസ് സർക്കാർ ഒരുക്കുകയാണ്. അതായത് മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് മുൻ LDF സർക്കാരിൻ്റെയും സ്പോൺസറുടെയും വാഗ്ദാനത്തിലും അതിന് പിന്നിലെ സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ കായിക മന്ത്രി OJ ജനീഷ്. വിഷയത്തിൽ കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയതാണെന്നും സർക്കാർ തലത്തിൽ കൂടുതൽ വിശദമായ ചർച്ച നടത്തിയ ശേഷം ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുന്നു. ചില വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ബോധ്യമായിട്ടുണ്ട്. രാജ്യത്തെയും സംസ്ഥാനത്തെയും നിലവിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഏതൊരു പ്രമുഖ താരത്തിനും ഇവിടെ കളിക്കാനാകൂ എന്നിരിക്കെ മുൻ നടപടികളിൽ സർക്കാർ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. മുൻ കായിക മന്ത്രിക്ക് വന്ന ഒരു ഇമെയിലിൽ നിന്നാണ് മെസ്സി വരുന്ന ചർച്ചകൾ തന്നെ ആരംഭിച്ചത്. മെസ്സിയെ കൊണ്ടുവരിക എന്നതിലുപരി കേരളത്തിൽ നിന്ന് പുതിയ മെസ്സിമാരെ വാർത്തെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ, പഴയ സർക്കാർ മെസ്സിയെ കൊണ്ട് വന്ന് കളിപ്പിച്ച് കോടികൾ കൊയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. മെസ്സിയെ കൊണ്ടുവരാനെന്ന പേരിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസർ പറയുന്നുണ്ടെങ്കിലും ആ പണമടച്ചതിൻ്റെയോ ടീം അത് കൈപ്പറ്റിയതിൻ്റെയോ ഒരു രേഖയും എവിടെയുമില്ല. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂടി ശുപാർശ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കായിക വകുപ്പിന് സ്പെഷ്യൽ സെക്രട്ടറി കൈമാറിയിരിക്കുന്നത്.
അങ്ങനെ സ്പോൺസറായ ഒരു മരമുറി കൊള്ളക്കാരനോട് കൈകോർത്തുണ്ടാക്കിയ കോടികളുടെ കണക്ക് അങ്ങ് കോടതിയിൽ പറയേണ്ടി വരും പണ്ടത്തെ മന്ത്രി അബ്ദുൾ റഹിമാന്. സർക്കാരിൻ്റെ കയ്യിൽ മുൻ മന്ത്രി തട്ടിപ്പ് നടത്തിയ രേഖകൾ ഭദ്രമായി കിട്ടിയതോടെ ഇനി കൂടുതൽ താമസിയാതെ മുൻ മന്ത്രിക്കും അഴിയെണ്ണ.